ഹരി ഓം. ദശകം 36 ശ്ലോകം 6. ശുക്രോ ജീവിതതാതവാക്യചലിത ക്രോധോധ സഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപദോ സംപ്രാസ്തുധാസങ്കരം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ശുക്ര ഉജ്ജീവിത, ശുക്ര ഉജ്ജീവിത ആണ് ശുക്രോജ്ജീവിത. താത വാക്യ ചലിത ക്രോധ അഥ സഖ്യാ സമം. ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധോധ സഖ്യാസമം. ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധോധ സഖ്യാസമം. ബിഭ്രത് ധ്യാത, ബിഭ്രത് ധ്യാത, ബിഭ്രദ്ധ്യാത മഹോദര ഉപനിഹിതം. ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം. ബിഭ്രത് ധ്യാത മഹോദര ഉപനിഹിതം. ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ. ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹ യന്ത്രക രഥം. ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മതീം ആവിശൻ. മാഹിഷ്മതീം ആവിശൻ, മാഹിഷ്മതീമാവിശൻ. ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിഃ വത്സം അദാശുഷി. വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുധാഃ സങ്കരം. സംപ്രാസ്തുധാസങ്കരം. വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുധാസങ്കരം. വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുധാസങ്കരം. ശുക്രോ ജീവിത താതവാക്യചലിത ക്രോധോധ സഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപദൗ സംപ്രാസ്തുധാസങ്കരം. ദശകം 36 ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പരശുരാമൻ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആ ജമദഗ്നിയുടെ ആശ്രമത്തിൽ കാർത്തവീര്യാർജുനനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും കൂടെ ചെല്ലുകയും അവർ ആ കാമധേനുവിനെ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും അത് തടഞ്ഞ ജമദഗ്നിയെ അവർ വധിക്കുകയും ചെയ്തു. എന്നിട്ട് ആ കന്നുകുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ത്വം ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധഃ. ത്വം നിന്തിരുവടി, ഈ നിന്തിരുവടി എന്ന് പറയുന്നത് പരശുരാമൻ. അപ്പം ത്വം ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധഃ. നിന്തിരുവടി ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ട അച്ഛൻ്റെ വാക്കിനാൽ ഇളകിമറിയുന്ന കോപത്തോടു കൂടിയവനായിട്ട്. ഇപ്പം ഈ ജമദഗ്നി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ വധിക്കപ്പെട്ട ജമദഗ്നിയെ ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ടു. ആരാണ് ശുക്രൻ? അസുരഗുരുവായ ശുക്രമഹർഷി ആശ്രമത്തിലെത്തിച്ചേരുകയും ജമദഗ്നിയെ മൃതസഞ്ജീവനി കൊടുത്ത് ജീവിപ്പിക്കുകയും ചെയ്തു.
അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ജമദഗ്നിയുടെ വാക്കിനാൽ ആർക്ക്? പരശുരാമന് ഇളകിമറിയുന്ന കോപത്തോടു കൂടിയവനായി. പരശുരാമൻ ഇളകിമറിയുന്ന കോപത്തോടു കൂടിയവനായി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ത്വം ശുക്രോ ജീവിത താതവാക്യചലിതക്രോധ. അപ്പം നിന്തിരുവടി ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ട അച്ഛൻ്റെ വാക്കിനാൽ ഇളകിമറിയുന്ന കോപത്തോടു കൂടിയവനായിട്ട്. അപ്പോൾ പരശുരാമൻ വന്നെത്തിയ സമയത്ത് ശുക്രനാൽ ജീവൻ തിരിച്ചു കിട്ടിയ ആ ജമദഗ്നി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം മകനായ പരശുരാമനോട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട സമയത്ത് വളരെയധികം കോപാകുലനായി. അധ സഖ്യാസമം. അധ അനന്തരം സഖ്യ എന്ന് പറഞ്ഞ കൂട്ടുകാരനോട് കൂടിയിട്ട് പരശുരാമൻ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അകൃതവർണൻ എന്ന ആ മഹർഷിയെ ചങ്ങാതിയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ അകൃത മുനിയുമായിട്ടാണ്, അകൃതവ്രണൻ എന്ന മഹർഷിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധ സഖ്യാസമം. അനന്തരം ആ അകൃതവ്രണമുനിയോടുകൂടി ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരൻ ശരാൻ ച ബിഭ്രത്. അപ്പോൾ കോപാകുലനായ പരശുരാമൻ എന്തു ചെയ്തു? ധ്യാനിച്ചപ്പോൾ ശിവപാർഷദനായ മഹോദരൻ അവിടെ എത്തുകയും അദ്ദേഹം കൊണ്ടുവന്ന വില്ലും മഴുവും ശരങ്ങളും ഒക്കെ എടുത്തു നിൽക്കുന്ന സമയത്ത് അതാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാത മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ച ബിഭ്രത്. ധ്യാനിച്ചപ്പോൾ മഹോദരൻ എന്ന ശിവപാർഷദൻ അവിടെ എത്തുകയും ആ ശിവപാർഷദനാൽ കൊണ്ടുവരപ്പെട്ട വില്ലും വെൺമഴവും ശരങ്ങളുമൊക്കെ എടുത്തിട്ട് സഹവാഹയന്ത്രകരഥം ആരൂഢ. പിന്നെന്താണ് അവിടെ എത്തിച്ചേർന്നത്? കുതിരകളും സാരഥിയും ഒത്ത തേരിൽ കയറി. അപ്പോൾ തന്നെ അവിടെ കുതിര, യന്താവ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സാരഥി. അപ്പോൾ കുതിരകളോടും സാരഥിയോടും കൂടിയ അത്യുന്നമമായ തേരവിടെ എത്തിച്ചേർന്നു. ആ തേരിൽ കയറിയിട്ട് ഇപ്പോൾ പരശുരാമൻ ധ്യാനിച്ചപ്പോൾ മഹോദരൻ എന്ന ശിവപാർഷദൻ അവിടെ എത്തുകയും അദ്ദേഹത്താൽ കൊണ്ടുവരപ്പെട്ട വില്ലും വെൺമഴവും ശരങ്ങളും എടുത്തിട്ട് അദ്ദേഹത്താൽ തന്നെ കൊണ്ടുവരപ്പെട്ട ആ കുതിരകളും, കുതിര മാത്രമാണോ, സാരഥിയും ആ അത്യുന്നതമായ തേരിൽ കയറിയിട്ട് മാഹിഷ്മതിയും ആവിശൻ. മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ച്, ഈ മാഹിഷ്മതി നഗരം ആരുടെ നഗരമാണത്? കാർത്തവീര്യാർജുനൻ്റെ രാജധാനിയായ ആ മാഹിഷ്മതി നഗരത്തിലാണ് എത്തിച്ചേർന്നത്. മാഹിഷ്മതിയും ആവിശൻ ക്ഷിതിപദൗ വാഗ്ഭിഹി വത്സം അദാശുഷി. ക്ഷിതിപദൗ എന്ന് പറഞ്ഞാൽ രാജാവ്, ക്ഷിതി ഭൂമി, ക്ഷിതിപദൗ ഭൂമി പാലിക്കുന്നവൻ, അത് രാജാവ്. എന്നിട്ടോ വാഗ്ഭിഹി എന്ന് പറഞ്ഞാൽ നല്ല വാക്ക്, നല്ല സംസാരം. വത്സം അദാശുഷി. പരശുരാമൻ പല പ്രാവശ്യം നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞു ആ പശുക്കുട്ടിയെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞത് ക്ഷിതിപദൗ വാഗ്ഭിഹി വത്സം അദാശുഷി. എന്നിട്ടോ ആ രാജാവ് പല പ്രാവശ്യവും ഇവർ അപേക്ഷിച്ചിട്ടും ആ രാജാവ് കന്നുകുട്ടിയെ തരാതിരുന്നപ്പോൾ പരശുരാമൻ നല്ല വാക്കൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചു ആ കന്നുകുട്ടിയെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാജാവ് അങ്ങനെ കന്നുകുട്ടിയെ തിരിച്ചു കൊടുക്കാതിരുന്നപ്പോൾ സങ്കരം സംപ്രാസ്തുതാഹ, സങ്കരം യുദ്ധം സംപ്രാസ്തുതാഹ ആരംഭിച്ചു. ത്വം ശുക്രോ ജീവിത താതവാക്യചലിതക്രോധ അധ സഖ്യാസമം ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ച ബിഭ്രത് സഹവാഹയന്ത്രകരഥം ആരൂഢ മാഹിഷ്മതീം ആവിശൻ ക്ഷിതിപദൗ വാഗ്ഭിഹി വത്സം അദാശുഷി സങ്കരം സംപ്രാസ്തുതാഹ. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു,
ശുക്രാചാര്യനാൽ ജീവൻ നൽകപ്പെട്ട ജമദഗ്നി മഹർഷി കാർത്യവീരാർജുനൻ്റെ അതിക്രമങ്ങളെപ്പറ്റി അങ്ങയോട് വിവരിച്ചപ്പോൾ, ആ പരശുരാമൻ തിരിച്ചു വന്നപ്പോൾ അങ്ങയോട് വിവരിച്ചപ്പോൾ ജ്വലിക്കുന്ന കോപത്തോടു കൂടിയ നിന്തിരുവടി സുഹൃത്തായ അകൃതവർണനോടൊപ്പം ധ്യാനമാത്രേണ വരുത്തപ്പെട്ട ശിവകിങ്കരനായ മഹോദരൻ അവിടെ വരികയും ആ മഹോദരൻ തന്ന വില്ലും അമ്പും പരശുവും ഒക്കെ കയ്യിലേന്തിക്കൊണ്ട് അവനാൽ തന്നെ കൊണ്ടുവരപ്പെട്ട അശ്വങ്ങളോടും സാരഥിയോടും കൂടിയ രഥത്തിൽ കയറി പുറപ്പെട്ടു. എവിടോട്ട്? കാർത്തവീര്യാർജുനൻ്റെ രാജധാനിയായ മാഹിഷ്മതിയിൽ ചെന്നിട്ട് പശുക്കുട്ടിയെ തിരികെ ആവശ്യപ്പെട്ടു. നല്ല വാക്കുകളൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അത് കേൾക്കാതിരുന്ന് എന്നിട്ടോ ആ ഗോവത്സത്തെ തിരികെ തരാതിരുന്ന അർജുനനോട് യുദ്ധവും ആരംഭിച്ചു. പ്രഖ്യാപിക്കുകയല്ല, ആരംഭിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ശുക്രോ ജീവിതതാതവാക്യചലിത ക്രോധോദ സഖ്യാസമം ബിഭ്രധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢസഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭർവത്സമദാശു ശിക്ഷിതിപദൗ സംപ്രാസ്തുധാസങ്കരം.